പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ഈ വചനം നമുക്ക് നൽകുന്നത് വലിയൊരു ഉറപ്പാണ്. നാം നേരായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വഴിയിൽ എന്തു തടസ്സങ്ങൾ ഉണ്ടായാലും നമ്മുടെ ദൈവം അത് കാണുന്നുണ്ട്. നേരോടെ നടക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ല. മറിച്ച് അടഞ്ഞ വാതിലുകൾ തുറന്നുകൊടുത്തും കഠിനമായ വഴികളിൽ പ്രത്യേക സംരക്ഷണം നൽകി ദൈവം നമ്മെ വഴി നടത്തുവാൻ ഇടയായിട്ട് തീരും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്, ഞാൻ ഇത്ര വിശ്വസ്തനായിരുന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രതിസന്ധി ഉണ്ടായത് എന്ന്. ഇവിടെ നാം ഓർക്കേണ്ട ചില ജീവിതങ്ങൾ തിരുവചനത്തിൽ നമ്മളെ ദൈവം കാണിച്ചു തരുന്നു. ദാനിയേൽ 3 നേരം മുട്ടുമടക്കി പ്രാർത്ഥിച്ച വിശ്വസ്തനായിരുന്നിട്ടും അദ്ദേഹം സിംഹക്കുഴിയിൽ അകപ്പെട്ടു. യോസഫ് കുറ്റമറ്റ ജീവിതം നയിച്ചിട്ടും പൊട്ടക്കിണറ്റിലും തടവറയിലുമായി. യെരമ്യാവ് ദൈവവചനം പ്രഘോഷിച്ചിട്ടും രാജാവിനാൽ തടവറയിൽ അടക്കപ്പെട്ടു. ഇവരൊക്കെ ഈ കഷ്ടങ്ങളിലൂടെ കടന്നുപോയത് ദൈവം അറിയാതെയായിരുന്നില്ല. ആ വഴികൾ ദൈവം തന്നെ അവർക്ക് അനുവദിച്ചതായിരുന്നു. കാരണം ആ കഷ്ടങ്ങൾക്കപ്പുറത്ത് വലിയൊരു ജയവും മഹത്വവും ദൈവം അവർക്കായി ഒരുക്കിയിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും സമാനമായ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം നാം കടന്നു പോകുന്നത്. നീതിപൂർവം ജീവിച്ചിട്ടും തിരിച്ചടികൾ നേരിടുന്നുണ്ടോ? എങ്കിൽ തളർന്നു പോകരുത്. ദാനിയേലിന്റെയും യോസഫിന്റെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അതേ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കണ്ണിനെ ഇപ്പോൾ മറിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വലിയ പദ്ധതികൾ ഉടൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് ദാനിയേലിനും യോസഫിനും വെളിപ്പെടുത്തിയതുപോലെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുമെന്നുള്ള വലിയ ഉറച്ച പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. അതിനായി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ ദിവസങ്ങളിൽ ആ ദൈവിക പദ്ധതികൾ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മേൽ തുറന്നു വരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ വഴികളെ അറിയുന്നതിനായി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രതിസന്ധികളിൽ തളരാതെ അവിടുത്തെ സംരക്ഷണത്തിൽ വിശ്വസിച്ച് നേരോടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.